ബഹുമാനാദരവുകൾ നിറഞ്ഞ ഈ സദസ്സിൻ്റെ അധ്യക്ഷൻ, പ്രിയ കൂട്ടുകാരൻ താജുദ്ദീൻ, അതുപോലെ നമുക്ക് സ്വാഗതം നൽകിയ എൻ്റെ ഗുരുനാഥൻ കൂടെയായ പ്രിയപ്പെട്ട ഷജന ടീച്ചർ, നാട്ടിലെ സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക രംഗങ്ങളിൽ നിറസാന്നിധ്യങ്ങളായ പ്രമുഖർ, നമ്മുടെ ഈ മഹത്തായ വിദ്യാലയത്തിൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഉദ്ഘാടന സംഗമത്തിന് സ്നേഹസംഗമം എന്ന പേര് നൽകിയത് തന്നെ വലിയ ഒരു ആശയം നമ്മളിലേക്ക് കൊത്തിവെക്കാൻ വേണ്ടിയാണ് എന്ന് ഞാൻ ആലോചിക്കുകയാണ്. നേരത്തെ പ്രിയപ്പെട്ട മേച്ചേരി ഉമ്മർ ഹാജി ഓർമ്മപ്പെടുത്തിയതുപോലെ പട്ടിണിയും പരാധീനതയും ഇല്ലായ്മയിലും കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ ഈ നാട്ടിലെ പ്രമുഖരായ പല വ്യക്തിത്വങ്ങളുടെയും കഠിനാധ്വാനത്തിൻ്റെയും ചിന്തയുടെയും ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ വിദ്യാലയം ഇവിടെ സ്ഥാപിച്ചത്. അക്കാലഘട്ടത്തിൽ സൗഹൃദങ്ങളും സ്നേഹവും മമതയും നിറമാടിയിരുന്നൊരു കാലഘട്ടം കൂടെയായിരുന്നുവെങ്കിൽ ഇന്ന് അതൊക്കെ അസ്തമിച്ച് സ്വന്തം കൂട്ടുകാരനെ അല്ലെങ്കിൽ സ്വന്തം നാട്ടുകാരനെ, സ്നേഹിതനെ നിറത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ കൊലക്കും മറ്റും അറുതി വരുത്തിക്കൊണ്ടിരിക്കുന്ന നവീന കാലഘട്ടത്തിൽ ഈ പൊതുവിദ്യാലയത്തിൻ്റെ സ്നേഹസംഗമത്തിന് ഒരുപാട് ആശയങ്ങൾ സമൂഹത്തിനോട് പറയാനുണ്ട് എന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. സുദീർഘമായി പറയുന്നില്ല. മഹത്തായ ഈ വിദ്യാലയം 50 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഈ നാട്ടിലെ മക്കൾക്ക് വേണ്ടി വിദ്യ നുകർന്നു കൊടുത്ത ഒരുപാട് അധ്യാപകരുണ്ട്. അവരെ നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. ഞാൻ നേരത്തെ ഷജന ടീച്ചർ പറഞ്ഞപ്പോഴാണ് ഞാനൊക്കെ ഈ സ്കൂൾ കഴിഞ്ഞു പോയിട്ട് 25 വർഷം കഴിഞ്ഞു എന്നുള്ളത് ആലോചിച്ചത്. യഥാർത്ഥത്തിൽ ടീച്ചർ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ 4-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ടീച്ചർ ഈ സ്കൂളിലേക്ക് കയറി വന്നത്. വലിയ സന്തോഷമുണ്ട്. മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് നിരവധി പദ്ധതികൾ ഇവിടുത്തെ അധ്യാപകർ കൂട്ടമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. പലപ്പോഴും ഞാൻ അങ്ങാടിയിലൂടെ ഇങ്ങനെ കടന്നു വരുമ്പോൾ കടുങ്ങല്ലൂരിൻ്റെ അങ്ങേയറ്റത്ത് പാലൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ വാഹനം അതിലൂടെ ഇങ്ങനെ കയറി പോകുമ്പോൾ ഞാൻ അന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ ഈ സ്കൂൾ, ഈ കൊച്ചു കുഗ്രാമത്തിലുള്ള ഈ സ്കൂളിലേക്ക് കടുങ്ങല്ലൂരിൻ്റെ വെള്ളേരി ഭാഗത്തുനിന്ന് പോലും കുട്ടികൾ കടന്നു വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ അധ്യാപകരുടെ ക്രിയാത്മകമായ ഇടപെടലാണ്, ക്രിയാത്മകമായ പ്രവർത്തനങ്ങളാണ് ഇതിന് പിന്നിൽ എന്ന് യാതൊരു സംശയവുമില്ല. അധ്യാപകരെ എല്ലാവരെയും പരിചയമില്ലെങ്കിലും ഈ അധ്യാപകന്മാരുടെ ഓരോ പ്രവർത്തനങ്ങളും വാട്സപ്പ് മുഖാന്തരവും മറ്റുമൊക്കെ വീക്ഷിക്കാറുണ്ട്, അന്വേഷിക്കാറുണ്ട്. എൻ്റെ മക്കളും ഇവിടെ പഠിക്കുന്നത് കൊണ്ട് പലപ്പോഴും അത് അറിയാറുമുണ്ട്. ഈ അധ്യാപകരെങ്ങനെയാണ് പ്രശംസിക്കേണ്ടതെന്നറിയില്ല. കാരണം സ്വന്തം വീട്ടിലെ കാര്യങ്ങളെപ്പോലെ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സ്കൂളിനെ പോലും കവച്ചു വെക്കുന്ന രൂപത്തിൽ ഒരു മാനേജ്മെൻറ്റ് സ്കൂളിലെ അധ്യാപകർ നിരന്തരമായി ഇടപെടുന്നു എന്ന് പറയുമ്പോൾ അതിൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ 50-ാം വാർഷികം വിവിധ പദ്ധതികളോടുകൂടെ നടത്തുന്നു എന്നറിഞ്ഞതിലും വലിയ സന്തുഷ്ടനാണ്. ഏതായിരുന്നാലും ഈ സമയത്ത്
ഇതിനു വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന പി ടി എ കമ്മിറ്റി ഭാരവാഹികൾ, അധ്യാപകർ, അതുപോലെ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന നേരത്തെ പി ടി എ പ്രസിഡന്റും മറ്റുമൊക്കെ ഇവിടെ അറിയിച്ചതുപോലെ ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം തന്നെ തരുന്നത് പോലെ, ഭക്ഷണം ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയ ഉപ്പേരി ചോദിച്ചപ്പോൾ വലിയ ഭക്ഷണങ്ങൾ നമ്മുടെ മക്കൾക്ക് നൽകുന്ന ഈ പ്രിയപ്പെട്ട നാട്ടുകാർക്കും സ്നേഹജനങ്ങൾക്കും എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് മഹത്തായ ഈ 50-ാം വാർഷികത്തിന് എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് തൽക്കാലം വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നമസ്കാരം. താങ്ക് യു.